വിഷയം വിഷയം വിഷയം. ലെറ്റ്സ് ഗോ. അപ്പൊ എല്ലാരും ഹെഡ്സെറ്റ് ഒക്കെ വെച്ചോ. ഓ എടാ ഇതെന്താ സൗണ്ട് ഇല്ലാത്ത? എനിക്ക് നിനക്ക് സൗണ്ട് ഉണ്ടോ? ആ എനിക്കുണ്ട്. ഓ എന്റെ ഇത് മാറി കിടക്കുമായിരുന്നു. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഇവ സെറ്റായില്ല. ന്യൂ സിറ്റി ഏതാ കളിക്കുന്നത്? ന്യൂ സിറ്റി ഒന്നും അല്ല ബ്രോ. അവര് ഡിസ്കണ്ടിന്യൂ ഒന്നും ചെയ്യുന്നില്ലെന്നാ പറഞ്ഞ. അവരിത് തുടങ്ങുവാണ്. അവര് സ്വർഗരാജ്യം അങ്ങനെ നിർത്തുമൊന്നും ഇല്ല. ഓക്കെ. 4K 4Kയിലാണ് ഇട്ടിരിക്കുന്നത്. 4K ആണ് ഇട്ടിരിക്കുന്നത്. The story, name, characters and incidents portrayed in the videos are fictitious. ഹെഡ്ഫോൺ മസ്റ്റ് ആണോ? ഹെഡ്ഫോൺ മസ്റ്റ് ആണ് കേട്ടാ. നാളെ നമുക്ക് PDRP കളിക്കാം. അങ്ങനെയാണ്. വടിവാൾ പിക്ചേഴ്സ്. ഓ വിഷയ ശബ്ദമല്ലേ? പാർട്ട് 1 ഓർമ്മയുണ്ടോ? എടാ പാർട്ട് 1 ശരിക്കും എന്തായിരുന്നു? പാർട്ട് 1 എത്ര ഇത് 1 വർഷം മുമ്പെന്തോ അല്ലേ ഇതിന്റെ പാർട്ട് 1 ഇറക്കിയത്? 1 വർഷം മുമ്പെന്തോ ആണെന്ന് തോന്നുന്നു ഇതിന്റെ പാർട്ട് 1 ഇറക്കിയത്. ഓർമ്മയില്ലേ? സത്യം പാർട്ട് 1 എന്തോ. എടാ ഇപ്പൊ 1 വർഷം മുമ്പെന്തോ ആണ് ഇതിന്റെ പാർട്ട് 1 ഇറക്കിയത്. അതെങ്ങനെ ഓർത്തിരിക്കാനാ? ഓർമ്മയില്ല. അത് നിനക്ക്, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓ സൂപ്പർ സൂപ്പർ. ഒന്നുകൂടെ കാണണോ പാർട്ട് 1? എടാ പോടാ അവിടുന്ന്. വെറുതെ വരും ദിവസം നമുക്ക് നോക്കാം എന്താ പാർട്ട് 1 TV ഫോമിങ് അതൊക്കെ. മോന് ഞാനൊരു കഥ പറഞ്ഞു തരാം. ഒരുപാട് പാവങ്ങളുടെ സുഖവും സന്തോഷവും ഇല്ലാണ്ടാക്കിയ ചെകുത്താനെ കൊന്ന തമ്പുരാന്റെ കഥ. ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന പൈസയിൽ നിന്ന് വലിയ ശതമാനവും ആ ചെകുത്താൻ വാങ്ങും. കൊടുക്കാത്തവരെ അയാൾ അളിയ പടയെടുത്ത് വെച്ചിരിക്കുന്ന അളിയ ഇതാര് നിങ്ങളെ? വണ്ടാർ മുടി ചോലെ അന്തിമയങ്ങുമ്പം അമ്പരമേടേതു ചോന്നു പോയി ചന്ദ ചോര അങ്ങനെ ആ പാവങ്ങളുടെ പ്രാർത്ഥന കേട്ട് ദൈവം അവതരിച്ചു. അത്
അതന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ये मौसम नदी का किनारा ये चंचल അണ്ണന്റെ അച്ഛൻ. ഓക്കെ ഓക്കെ ഓക്കെ. चंचल हवा कहा दो दिलों ने कि मिलकर कभी हम न होंगे जुदा। का किनारा ये चंचल हवा எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் எங்கேயும் எப்போதும் சங்கீதம் சந்தோஷம் ராத்திரிகள் வந்துவிட்டால் சாத்திரங்கள் ஓடிவிடும் கட்டழகு கொண்டிருக்கு வட்டமிடும் பாட்டிருக்கு தொட்ட இடம் அத்தனையும் இன்பமின்றி துன்பமில்லை. റുബല താങ്ക് യു സോ മച്ച് ഫോർ ദ ഹോസ്റ്റ്ടാ. വെട്ടി എറിഞ്ഞു. അങ്ങനെ ജനങ്ങൾ കണ്ട പ്രാർത്ഥന ഫലിച്ചു. അവർക്ക് പ്രതീക്ഷകൾ കൂടി. സന്തോഷിച്ചു, കൈയടിച്ചു. തുടർന്ന് ജീവിക്കാനുള്ള ശക്തി കിട്ടി. ഈകളെ ഒന്ന് നോട്ടേ. KTF വെള്ളത്തിന്റെ അകത്തോന്ന് അകത്തേന്ന് വന്ന് വെക്കുമല്ലോ, അതുപോലെയാണോ വന്ന് വെക്കുക? സെലക്ഷൻ. മോൻ എന്തേലും ഒരു ആപത്ത് വന്നാൽ നിന്നെ രക്ഷിക്കാൻ ഒരു മാലാഖ വരും. ഇവന്റെ അച്ഛനോ അമ്മയോ മരിച്ചു കിടക്കുന്ന തമ്പ്ര, ഇവനെ ഇവിടെ ഉള്ള ആരും നോക്കും? ഇവനെ ഞാൻ വളർത്തിക്കോളാം. എന്തിനോടാണ്
ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതുവരെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ലൈക്ക് അപ്പൊ ബേണായ ബോഡി കാണിച്ചത് ജോക്കിയുടെ ആണോ? ജോക്കിയുടെ ജീവൻ തിരിച്ചു കിട്ടത് ഞാൻ ജനിച്ചതായിട്ട് കാണിച്ചതും ആ കുഞ്ഞു ഞാനല്ലേ? അപ്പം ഞാൻ ജനിച്ചതായിട്ട് കാണിച്ചതും ജോക്കിയുടെ കണ്ണ് തുറന്നതും ഒരേ സമയമാണ് അല്ലേ? രണ്ടും ഒരേ സമയത്ത് ആൻഡ് എന്തെങ്കിലും പറ്റിയ രക്ഷിക്കാൻ ഒരു മാലാക വരുമെന്ന് പറയണത് ജോക്കിയല്ലേ ഉദ്ദേശിച്ചിരിക്കുന്നേ? യെസ്. പാർട്ട് 1 ജോഗിയെ കത്തി. ഓ ശരി എന്നിട്ട് വെള്ളത്തിൽ വീഴുന്ന സീൻ. ഓക്കെ മനസ്സിലായി. അല്ല ഞാനത് ഫുള്ള് കാണണം. ഓക്കെ അല്ലല്ല, അത് എനിക്ക് അതുവരെ ഉള്ള ഒരു സീൻ ഒരു ഇത് ആണെന്നുള്ളൊരു ഇത് മനസ്സിലായില്ല. ഓക്കെ, ഇനി അങ്ങോട്ട് മനസ്സിലാവും. ഓക്കെ സാറേ, നമ്മളിറക്കിയ പൈസ മൊത്തം അവരടിച്ചോണ്ട് പോകുന്ന തോന്നുന്നത്. എടാ റെഗുലർ ഇവനാണ് ടി വിയിലെ ആദ്യത്തെ മെമ്പർ.
അതായത് ഞാൻ ഈ ഗ്യാങ് തുടങ്ങാനുള്ള കാരണം പോലെ ഇവനാ, പക്ഷെ ഇവനിപ്പോ ഇല്ല. ഓ എവിടെ പോയി? അവൻ അന്ന് തന്നെ കുറച്ച് നാൾക്ക് ശേഷം തന്നെ അവൻ ഗെയിമിംഗ് ഫീൽഡ് ഒക്കെ വിട്ട. ഓ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഈ മാച്ച് തോക്കും. തോക്കുന്നതിനേക്കാളും നല്ലത് ചത്ത് കളയുന്നതാണ്. എവിടെന്നേലും ആരെങ്കിലും കൊണ്ടുവരാൻ നോക്ക്. പ്രിസണേഴ്സ് ലിസ്റ്റ്. ഇതാണ് റിലീസാകാൻ പോകുന്ന ബിസിനസിന്റെ ലിസ്റ്റ്. ഇവൻ മതി. അതായത് കണ്ടറിയാം അവൻ കട്ടുണ്ട്, അവൻ ലൈക്ക് കാണാത്തവരെ Good boss. ഒറ്റ അടിയിൽ തന്നെ വീണു. കൊടുത്ത ഡ്രഗിന്റെ എഫക്ട് തീർന്നു കാണും. കുറച്ച് ടൈം കൊടുക്കും. അണ്ണയാളിയാ വൺ വീണ് തോറ്റു നമ്മൾ. തോറ്റേട്ടാ. BGM selections. അല്ലയാ എനിക്കത് സാഡായി. ജയിച്ച ജയിക്കും, തോറ്റാൽ മരിക്കും. ഇപ്പൊ നീ തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ നിനക്കിനി ജയിക്കാൻ പറ്റില്ല.
ഓക്സിജൻ ഇറക്കിയ മൊത്തം പൈസ ജയിലിൽ നിന്ന് ഒരുത്തും കൊണ്ടുപോയി. DCPക്ക് ഈ മാസം കൊടുക്കേണ്ട പൈസയും പോയി. ചേട്ടനെ തരണ പച്ചയ്ക്ക് അധികം. എന്തായിരിക്കും അവന്റെ നെക്സ്റ്റ് പ്ലാൻ? അവനെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ആ പൈസ ഇടണം. കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അവനവന്റെ ജയിൽ മേറ്റിനെ പുറത്തിറക്കാനാണ് പ്ലാൻ. അവനെ പുറത്തിറക്കാൻ പോലീസ് ഓഫർ ചെയ്തത് 50 ലക്ഷമാണ്. ചെയ്ത ക്രൈം സീരിയൽ കില്ല്, പക്ഷെ എവിഡൻസ് ഒന്നുമില്ല. വാട്ട്സ് ഹിസ് നെയിം? ഒരാൾ ജയിലിനകത്തോട്ട് ഡൂഡിന്റെ ക്യാരക്ടറാണോ അത്? ജയിലിൽ പോയതാ. Wait a minute, get it how you live it. 10 toes in when we standing on business. Yeah, rolling through the city. Kill them both. ഹൈപ്പർ കണ്ടപ്പോ തന്നെ എനിക്ക് വാളെ പിടികിട്ടി. വെന്റിയാണല്ലേ? അപ്പൊ ഞാൻ കീരിയ പ്രതീക്ഷിച്ചു. എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ ചന്ദ്രൻ നിന്നെ രക്ഷിക്കാൻ ഒരു മാതാക്കൾ
പെറ്റ തള്ളയ്ക്ക് പോലും മനസ്സിലാവാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരെ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഓഫീസേഴ്സ് കണ്ടിട്ടുമുണ്ട്. അല്ലെങ്കിൽ വെട്ടി അരിഞ്ഞ് കായലിടും. ചേട്ടാ, ഞാൻ കൊടുത്തൊരു കൊട്ടേഷൻ കാരണം പാപ്പിന് തെറ്റിയേ. ഒരാളെ ഇങ്ങനെ കൊല്ലാനാണെങ്കിൽ ഇത് നമ്മൾ പണ്ട് ചെയ്ത എന്തിൻ്റെയൊക്കെയോ ബാക്കി തേടി വന്നാനാ. അവന്മാർ ആരാ? വാസുവും ഡാനിയും. വീട്ടുകാരുടെ പേരില്ല, പക്ഷെ രണ്ടാളുടെയും ഗാർഡിയൻ ഒന്നാ. ഗാർഡിയന്റെ പേര് അളിയാ പടം ഇറക്കി വച്ചിരിക്കുന്ന അളിയാ ഇത്. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, വർഷത്തിലൊരിക്കല്, അതായത് നമ്മൾ ആ ക്യാരക്ടറിനെ ലാസ്റ്റ് കാണുന്നത് 1 വർഷം മുമ്പ് എന്തോ ആണ്. ആ ഒരു ക്യാരക്ടറിനെ ഫ്രെയിമിൽ കാണുമ്പോൾ ഇത്ര രോമാഞ്ചം വരുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിന്റെ പവർ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫസ്റ്റ് കാര്യം അത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയണ കേക്ക്, നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ നമുക്കിത് കാണുമ്പോൾ ഈ ഒരു ഇത് വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ഉണ്ടാക്കി വെച്ച ഒരു ക്യാരക്ടർ പവർ ഇല്ലേ, ആ ക്യാരക്ടർ പവർ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റി. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ക്യാരക്ടറിന്, എൻ്റെ ക്യാരക്ടറിനുള്ള ഒരു പവർ ഉണ്ട്. ആ ക്യാരക്ടറിന്റെ പവർ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ എടാ ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ പാർട്ട് ഇനി ഇറക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ഒരുപാട് ഡിലേ ആക്കരുത്. ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് 37,000 വ്യൂസ് ഒന്നും അല്ല. ഞാൻ ശരിക്കും പറഞ്ഞ, നീ ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ, ഉറപ്പായിട്ടും ഞാൻ പറയാം, നേരത്തെ നീ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇതിന് 37,000 വ്യൂസ് ഒന്നും അല്ല വരേണ്ടത്. എന്റെ പൊന്നോ, എടാ നീ ഇങ്ങനൊരു പ്ലാൻ നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധനം ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മുടെ തിയേറ്ററിൽ പ്ലേ ചെയ്യാന്ന് പറഞ്ഞ സാധനം ഇല്ലേ, നമുക്ക് അതായിട്ട് വല്ല തിയേറ്ററിൽ ഞാൻ ഇറക്കിയേനെ, ഞാൻ ഉറപ്പായിട്ടും. എന്റെ അമ്മോ, ഇതിന്റെ വേണമെങ്കിൽ അടുത്ത 2 ഫൈനൽ പാർട്ട് നമുക്ക് ടു ബി കണ്ടിന്യൂഡ് എന്ന് കാണിക്കാറുണ്ട്. ഇതിപ്പോ പാർട്ട് 2 അല്ല വന്നുള്ളൂ. ഇത് ബാക്കിയുണ്ടോ? ഇനി ബാക്കിയുണ്ടോ? ഇതിന്റെ ബാക്കി ഉണ്ടാവൂലേ? എടാ എന്ത് കഴിവട PR ഡിവിന്. എടാ നീ വല്ല സിനിമ വല്ലതും എടുക്കാൻ പോവും. അളിയാ മ്യൂസിക് എല്ലാം കണ്ട ഈകളെ, കറക്റ്റ് സീനിന് എല്ലാം സെറ്റായി മായിര്. ഗൈസ് കേറി കാണണം കേട്ടോ. നിങ്ങൾ ഈ കണ്ട ഇവിടെ ഇപ്പൊ എത്ര പേര് ഇത് കണ്ട്? 8300 പേര് ഇത് കണ്ട്. ഗൈസ് നിങ്ങൾ ഇത് അവിടെ പോയി ഒരു കമന്റ് ഇട്ട് അവനെ ഒന്ന് അവന്റെ സന്തോഷമെങ്കിലും അറിയിക്കണം. എടാ PR ഡിവനെ ഇതിന്റെ ബാക്കി ചെയ്യുന്നുണ്ടെങ്കിൽ നീ കുറച്ച് ഡ്യൂറേഷനിൽ ചെയ്യാനാണെങ്കിൽ ഇത് 25 മിനിറ്റ്. പഴയത് എത്ര നോക്കട്ടെ. പാർട്ട് 1 11 മിനിറ്റ്, 36 മിനിറ്റ്. നീ ഒരു 1.5 മണിക്കൂറിലുള്ള ഒരു സാധനം സെറ്റ് ചെയ്തത് ബാക്കി നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യാം. ഞാൻ ഉറപ്പ് തരാം നിനക്ക്, ഞാൻ ഉറപ്പ് തരാം. നമ്മൾ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാരെ മാത്രം വിളിച്ച് നമ്മളൊരു ഈവന്റ് ആയിട്ട് ഒരു തിയേറ്ററിൽ സെറ്റ് ചെയ്യാം. എന്റെ അമ്മോ എന്ത് സാധനമല്ലേ, ഇജ്ജാതിയല്ലേ. വിഷയ സാധനം എങ്ങനെ എക്സ്പെക്ട് ചെയ്തില്ല. ഞാനിത് ലൈവിൽ കാണാന്ന് വിചാരിച്ച് കുറെ ഇത് അവന്മാര് ഹെവനിൽ വന്നപ്പം ഗൈസ് അവന്മാര് വന്ന് പണ്ണാപ്പി ഇവരൊക്കെ വന്നപ്പോഴത്തേക്കിന് അവന്മാര് എന്റെ ഇതിനകത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ, എടാ ഞാനിത് കണ്ടല്ല, ഞാൻ ലൈവിൽ കാണാൻ വേണ്ടിട്ട് ഇരിക്കുവാന്ന് പറഞ്ഞ് അന്ന് ഇതാക്കിയതാ. പക്ഷെ ഇത്രയും ഡിലേ ആയതില്
എന്റെ അമ്മോ, അയ്യോ എന്ത് ഇതൊരു സാധനം തന്നെ ആയിരുന്നാണ് ഇത്. അണ്ണ ഇതിന്റെ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് ചെയ്യാനായിട്ട് തന്നെ അവൻ 2.5 മാസം എടുത്തു. അന്ന് മറ്റേ SRയുടെ മീറ്റപ്പ് വന്നില്ലേ, അന്ന് ഇവനൊരു 3/4% ചെയ്ത് വെച്ചേക്കാണ്. ബാക്കി ഇത്രയും സാധനം ചെയ്യാനായിട്ടാണ് അവൻ ഇത്രയും ദിവസം തന്നെ എടുത്തത്. ഏകദേശം ഒരു 6-7 മാസം എടുത്തിട്ടുണ്ടെണ്ണ. ഞാൻ കമന്റ് ഇട്ടോളാം കേസ്, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കമന്റ് ഇട്ടോളാം. ഞാൻ ഇപ്പൊ ഇടുന്നില്ല, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കമന്റ് ഇട്ടോളാം. റെഡ്മോന്റെ ബ്രദർ ആണ് PRD, സ്വന്തം ബ്രദർ. സ്വന്തം അല്ല, കസിൻ. ഓക്കെ. റെഡ്മോൺ അതിന്റെ ആയിട്ടുള്ള ഗുണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്റെ ആളിയെ നമ്മൾ എന്താണ് ഇപ്പൊ കണ്ടത്? പയ്യെ ഇത് ചെയ്യുന്നോണ്ടായിരുന്നു SR കണ്ടന്റ് മാത്രമല്ലടാ, ഈവൻ ഇതില് വില്ലന്മാരെയും കഥയുടെ ഫ്ലോയും എല്ലാം കാണിച്ചേക്കുന്ന ഭയങ്കര. ഇതിനകത്ത് എല്ലാവരുടെ എൻട്രി കിടിലോ, മെന്നിയുടെ, രായന്റെ, എന്റെ, സരക്കിന്റെ, ജോക്കിയുടെ പറയാനില്ല. അടുത്ത പാർട്ടി വള്ളി ടീം സമയനാണ് കിട്ടിയത്. അടുത്ത പാർട്ടി അപ്പൊ തിയേറ്ററിൽ വേണ്ട, അത് ഏതെങ്കിലും മറ്റേ യൂട്യൂബിൽ പോലും ഇടണമെന്ന് എന്റെ അഭിപ്രായം ബ്രോ. ഇത്രയും നല്ല ഹൈപ്പ് ആണെന്നാണ്. അല്ല, ഇത്രയും നല്ല ഹൈപ്പിൽ കൊണ്ടുവന്നൊരു സാധനം ബ്രോ എന്തെങ്കിലും ചെയ്യുന്ന വെച്ചാൽ അതിൽ വള്ളി ടീമാണ് അടുത്തതിൽ ഹൈലൈറ്റ് എങ്കിൽ ദയവ് ചെയ്ത് ഏതെങ്കിലും ഒരു മറ്റേ 4 പേരെ ജനറൽ വിസിയിൽ വിളിച്ചിരുത്തി കാണിച്ച് തന്നെ ക്ലോസ് ചെയ്തു. ടെലഗ്രാമിലോ OTT ആയിട്ട് വല്ല ടെലഗ്രാമിലോ എല്ലാം, അതാവുമ്പോ ആൾക്കാർ ഡേറ്റ കളഞ്ഞത് ഡൗൺലോഡ് ചെയ്യൂല. അങ്ങനെ ഇട്ടിറക്കിയാൽ മതി. രാന്റെ വിഷയം സീൻ, സത്യത്തിൽ രാന്റെ വിഷയം സീൻ. വാട്ട് അബൌട്ട് സെർവർ? സെർവർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അവരിപ്പോ സെർവർ നിർത്തുന്നില്ല എന്നാണ് അവർ തന്നെ പറഞ്ഞത് ഇന്നലെ ലൈവ് വന്നിട്ട്. അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ട് അവർ സെർവർ ഇപ്പൊ സെർവർ കയറാൻ പറ്റത്തില്ല.